നമസ്കാരം. ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഹാരിസ് നെന്മാറ, ജസീം, അതുപോലെ മുംബൈ വാങ്കഡയിൽ നിന്നും ജയേഷ് പൂക്കോട്ടൂർ. അപ്പോൾ നമുക്കറിയാം നാളെ T20 ലോകകപ്പ് തുടങ്ങുകയാണ്. മറ്റൊരു T20 ലോകകപ്പ്. കഴിഞ്ഞ T20 ലോകകപ്പ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയിരുന്നു. അപ്പോൾ ഇന്ത്യ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായിട്ടാണ് ഈ ലോകകപ്പിലേക്ക് ഇറങ്ങുന്നത്. ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചാണ് ഈ ലോകകപ്പ് നടക്കുന്നത്. 20 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം. ഇതിൽ നാളെ ഇന്ത്യയുടെ മത്സരം വൈകിട്ട് 7 മണിക്ക് മൂന്നാമത്തെ മത്സരമായിട്ടുണ്ട്. ഇന്ത്യ വേഴ്സസ് USA മത്സരമാണ്. ആദ്യ മത്സരം പാകിസ്ഥാൻ വേഴ്സസ് സ്കോട്ട്ലാൻഡ് മത്സരം ശ്രീലങ്കയിൽ വെച്ച് നടക്കും. മൂന്നാമത്തെ മത്സരം ഇന്ത്യയുടെ മത്സരമാണ്. ആദ്യ ദിനം തന്നെ ഇന്ത്യയുടെ മത്സരമുണ്ട്. അപ്പോൾ ഇതിൽ ജയേഷ് പൂക്കോട്ടൂർ നമ്മുടെ മുംബൈയിൽ വെച്ച് അദ്ദേഹം എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. MSK ഹാരിസ്, ജസീം, വെരി ഗുഡ് ഈവനിങ്. വിഖ്യാതമായ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയം മുമ്പായിരുന്നു ഉദ്ഘാടന ചടങ്ങുകളുടെ റിഹേഴ്സലും മറ്റുമൊക്കെ ഇവിടെ നടത്തിയത്. വലിയ വർണ്ണാഭമായ പരിപാടികൾ തന്നെയാണ് നാളത്തെ മത്സരത്തിന് മുന്നോടിയായി ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിനായി, ടൂർണമെൻറ്റിനായി കാത്തിരിക്കുന്നത്. നമുക്കറിയാം, കിരീടം നിലനിർത്തുക എന്ന വലിയ ദൗത്യം ഇന്ത്യക്ക് മുന്നിലുണ്ട്. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ടീമും ഇതുവരെ കിരീടം നിലനിർത്തിയിട്ടില്ല. ആ ചരിത്രം സൂര്യകുമാർ യാദവും സംഘവും തിരുത്തുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഒപ്പം തന്നെ ഒരു ഹോസ്റ്റ് കൺട്രിയും ഇതുവരെ ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. അതും മാറ്റേണ്ടതുണ്ട് ഇന്ത്യക്കും സൂര്യകുമാർ യാദവിനും. ഈ ഒരു നിലവിലെ പെർഫോമൻസും മറ്റുമൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് വലിയ പ്രതീക്ഷകളുള്ളത്. കാരണം 75-ലേറെയാണ് സൂര്യകുമാർ യാദവിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പരമ്പര പോലും സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ ഇന്ത്യ T20-യിൽ തോറ്റിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ ഇന്ത്യക്കുണ്ട്. ഇക്കാലയളവിൽ മികച്ച ടീമുകളെ തന്നെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അവസാനം നടന്ന ന്യൂസിലൻഡിനെതിരായ T20 പരമ്പര പോലും 4-1 ആധികാരികമായ വിജയമാണ് ഇന്ത്യ നേടിയത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ഉൾപ്പെടെ അതിലുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ഇനി USA-ക്കെതിരായ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയായിരിക്കും ഇറങ്ങുക. ഒരു തരത്തിൽ പോലും ഇന്ത്യക്കൊരു ഭീഷണിയുമില്ല. എല്ലാ സ്ലോട്ടിലും ഇന്ത്യ ഏറ്റവും മികച്ച താരങ്ങളെ തന്നെയാണ് അണിനിരത്തുന്നത്. അതിൽ തന്നെ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ചെറിയ നിരാശയുണ്ടാവുന്നത് സഞ്ജു സാംസന്റെ ഒരു കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമായിരിക്കും. എന്നാൽ ഇഷാൻ കിഷൻ തൻ്റെ സ്ലോട്ട് പൊരുതി നേടിയതാണ്. ആ സ്ലോട്ടിൽ അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഏറ്റവും റീസെൻ്റ്ലി നടന്ന സന്നാഹ മത്സരത്തിലാണെങ്കിൽ പോലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇഷാൻ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് 50 കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന സന്നാഹ മത്സരത്തിൽ, നവി മുംബൈയിൽ നടന്ന സന്നാഹ മത്സരത്തിൽ ടോസിൻ്റെ സമയത്ത് ഓപ്പണിംഗ് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇഷാൻ ആൻഡ് അഭിഷേക് എന്നുള്ളത്. ആ ഡെഫിനറ്റ്ലി എന്നുള്ള പ്രയോഗത്തിലുണ്ട് ഇന്ത്യൻ ഏറെക്കുറെ ലോകകപ്പ് 11 ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണെങ്കിൽ പോലും, അതായത് ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ താരങ്ങളും ഉൾപ്പെട്ട 11 തന്നെയായിരുന്നു സന്നാഹ മത്സരത്തിലുണ്ടായിരുന്നത്. അതിൽ തന്നെ 5.4 ഓവറിൽ 80 റൺസാണ് ഒന്നാം വിക്കറ്റിൽ അഭിഷേകും ഇഷാനും ചേർത്ത് എന്നുള്ളതാണ്. അതിൽ തന്നെ അഭിഷേകിനേക്കാൾ കൂടുതൽ ഇഷാനായിരുന്നു അപകടകാരി. ഇഷാൻ 7 സിക്സറുകളാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സ്വന്തമാക്കിയിട്ടുള്ളതെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. മികച്ച സ്കോർ, ഒരു 240-ന് മുകളിലൊരു സ്കോറും ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല, പരിക്കുമാറി തിലക് വർമ്മ വരുന്നു. ന്യൂസിലൻഡിനെതിരായ പരമ്പര അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന 2 സന്നാഹ മത്സരത്തിലും, അതായത് USA-ക്കെതിരായ സന്നാഹ മത്സരത്തിലും പിന്നീട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിലും മികച്ച പ്രകടനം തന്നെയാണ് തിലക് വർമ്മ പുറത്തെടുത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. അപ്പോൾ അത്തരത്തിൽ തിലക് വർമ്മ തന്നെയായിരിക്കും 3-ാം നമ്പറിൽ ഇറങ്ങുക. 4-ാം നമ്പറിൽ തൻ്റെ റിതം വീണ്ടെടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും 4-ാം നമ്പറിൽ വരിക. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏകദേശം 2 വർഷത്തോളമായി ഏറ്റവും മോശം ഫോമിലായിരുന്നു സൂര്യകുമാർ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റനായതുകൊണ്ട് മാത്രം ലോകകപ്പ് സ്ക്വാഡിൽ കടിച്ചു നിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്ന സമയത്താണ് ന്യൂസിലൻഡിനെതിരായ ഒരു ഒറ്റ പരമ്പര കൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഒരു സീരീസിൽ 5 മത്സരം ഇറങ്ങിയ ഒരു 2020 പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരം എന്നുള്ള റെക്കോർഡ് വരെ സൂര്യകുമാർ യാദവ് തൻ്റെ തിരിച്ചുവരവിൽ നേടി എന്നുള്ളതാണ്. 241 റൺസായിരുന്നു ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിൽ ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളിൽ സൂര്യകുമാർ യാദവ് നേടിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. മാത്രമല്ല, സന്നാഹ മത്സരത്തിൽ ഉൾപ്പെടെ അദ്ദേഹം മികച്ച ഫോമിൽ തന്നെയാണ് ബാറ്റ് വീശുന്നത്. പിന്നെ ഒരു തരത്തിൽ പോലും ഇന്ത്യക്ക് ആശങ്കകളില്ല. ഇപ്പോൾ പിന്നീട് ശിവൻ ദുബെ വരാനുണ്ട്, റിങ്കു സിംഗ് വരാനുണ്ട്, ഹർദിക് പാണ്ഡ്യ വരാനുണ്ട്. അത്തരത്തിൽ വെടിക്കെട്ട് താരങ്ങൾ ഫിനിഷിംഗ് റോളിൽ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. ബൗളിങ്ങിലേക്ക് നോക്കുമ്പോഴും ഒരു ആശങ്കയുമില്ല. ഹർഷ്ദീപ് സിംഗും ഒപ്പം തന്നെ
അക്ഷർ പട്ടേലും നമ്പർ 1 T20 ബോളറായ വരുൺ ചക്രവർത്തിയും ജസ്പ്രീത് ബുംറയും അടക്കമുള്ള ടോപ്പ് ബോളർമാർ തന്നെയാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. എന്നാൽ പോലും ചെറിയൊരു ആശങ്കയുള്ളത് ഒരു ബൗളിംഗ് യൂണിറ്റിലാണ്. കാരണം കുറച്ച് മത്സരങ്ങളായി വലിയ രീതിയിൽ ഇന്ത്യ റൺ വഴങ്ങുന്നുണ്ട്. അതിൽ തന്നെ നമ്മുടെ പ്രീമിയം ബോളറായ ജസ്പ്രീത് ബുംറ വലിയ രീതിയിൽ റൺസ് വഴങ്ങുന്നു എന്നുള്ളത് ഇന്ത്യക്ക് ഒരു തരത്തിൽ ആശങ്ക ഉള്ളത് തന്നെയാണ്. പക്ഷേ പ്രധാന ടൂർണമെൻ്റ് ആകുമ്പോഴേക്ക്, ലോകകപ്പ് ആകുമ്പോഴേക്ക് അദ്ദേഹം ഫോം വീണ്ടെടുത്ത് തൻ്റെ മികവ് തെളിയിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ അത്രയും ഉള്ളത്. മാത്രമല്ല വരുൺ ചക്രവർത്തിയുടെ ബൗളിംഗ് ആയിരിക്കും ഇത്തവണ ഏറെ നിർണായകമാകുക ഇന്ത്യൻ നിരയിൽ എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മറുവശത്തേക്ക് ഇന്ത്യൻ വംശജർ തന്നെയാണ് കൂടുതലും USA ടീമിലുള്ളത്. 9 ഇന്ത്യൻ വംശജരാണ് USA സ്ക്വാഡിൽ കളിക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ മികച്ചൊരു ഫൈറ്റ് അവർക്ക് നൽകാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ കഴിഞ്ഞ 2 സന്നാഹ മത്സരങ്ങളിലും 200-ന് മുകളിൽ ടോട്ടൽ നേടിയിട്ടുണ്ട്. 2 മത്സരങ്ങളും പരാജയപ്പെട്ടെങ്കിലും 200-ന് മുകളിൽ ടോട്ടൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യക്കെതിരെ 201 എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ന്യൂസിലൻഡിനെതിരായ സന്നാഹ മത്സരത്തിൽ 6 റൺസിനാണ് അവർ പരാജയപ്പെട്ടത്. 200-ന് മുകളിൽ സ്കോർ ചെയ്തു എന്നുള്ളത് USA ബാറ്റിംഗ് ഡെപ്തിൻ്റെ അവരുടെ ഒരു ആഴം കൂട്ടുന്നത് തന്നെയാണ് USA ബാറ്റിങ്ങിന്. അപ്പോൾ അത്തരത്തിൽ എന്തായാലും ഒരു മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ടീം തന്നെയാണ് USA. പക്ഷേ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഒരു ഓൾറൗണ്ട് ടീം തന്നെയാണ്. എല്ലാ മേഖലയിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ പൊസിഷനിലും എല്ലാ മേഖലയിലും മികച്ച താരങ്ങളുള്ള സംഘം തന്നെയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വാങ്കഡയിലെ ഉദ്ഘാടന മത്സരത്തിൽ ഒരു അനായാസ വിജയം തന്നെയാണ് സൂര്യകുമാർ യാദവും സംഘവും ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഹാരിസ്, ജയേഷിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്താണ് ഇന്ത്യയുടെ സാധ്യതകൾ ഈ ലോകകപ്പിൽ? ഗ്രൂപ്പ് റൗണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ വളരെ ഇന്ത്യക്കൊരു ഈസി വാക്ക് ഓവറായിരിക്കും. നമീബിയ, നെതർലൻഡ്സ്, USA, പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലത്തെ വാർത്താസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് പറയുന്നത് ഡെഫിനറ്റ്ലി ഞങ്ങൾ പോകും പാകിസ്ഥാനിലേക്ക്, പിന്നെ ശ്രീലങ്കയിലേക്ക്. പാകിസ്ഥാൻ്റെ ഡിസിഷൻ എന്താണ് എന്നിപ്പോഴും അനിശ്ചിതത്തിലാണല്ലോ. അപ്പോൾ അത് നീങ്ങുന്നതോടുകൂടി ഈ ഗ്രൂപ്പ് റൗണ്ട് കുറേ പിന്നെ തെളിയും. ഇതിൻ്റെ ചിത്രം എന്താണ്? കളി നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇല്ല, പാകിസ്ഥാൻ ഒഫീഷ്യലി തന്നെ അറിയിച്ച സ്ഥിതിക്ക് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ICC ഈ ലാഭനഷ്ടക്കണക്കുകൾ, ഇതിൻ്റെ നഷ്ടക്കണക്കുകളെ കുറിച്ചൊക്കെ ICC പിന്നെ ഒരു പ്രസ്താവന നടത്തുന്നു. ഒഫീഷ്യലി തന്നെ അവർ പറയുന്നു പാകിസ്ഥാൻ തന്നെയാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ പിന്നെ അനന്തവിദൂര ഭാവിയിൽ തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ വാണിംഗ് മോഡിൽ തന്നെയാണ് ICC അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ പിന്നെ ചിലപ്പോൾ ഇവർ ഈ തീരുമാനം പിൻവലിച്ചേക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നതാണ്. ശ്രീലങ്ക നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ശ്രീലങ്ക അവരുടെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കണക്ട് ചെയ്ത് അവരുടെ പണ്ട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കളിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതെ, എങ്കിൽ കൂടി അവിടെ കളി നടന്നില്ലെങ്കിലും ഇന്ത്യ അവിടെ എത്തണം. തീർച്ചയായും. സൂര്യകുമാർ യാദവ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു ഞങ്ങൾ അവിടെ എത്തും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തീരുമാനം പാകിസ്ഥാൻ്റെതാണല്ലോ എന്താണ്. പിന്നെ USA-ക്കെതിരെയാണ് മത്സരം. കഴിഞ്ഞ T20 ലോകകപ്പും ഈ T20 ലോകകപ്പും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളിലൊന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ T20 ലോകകപ്പ് നമ്മൾ പിന്നെ ബാറ്റർമാരുടെ ശവപ്പറമ്പായ കുറേ പിച്ചുകളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെ, അതുകൊണ്ട് തന്നെ ആ ടൂർണമെൻറ്റ് അവസാനിക്കുന്ന സമയത്ത് ജസ്പ്രീത് ബുംറ ആയിരുന്നു പരമ്പരയുടെ താരം. അപ്പോൾ കുറേ ഓർമ്മകൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവസാന മത്സരത്തിൽ അന്ന് സൂര്യകുമാർ യാദവിൻ്റെ തലയിൽ ക്യാപ്റ്റൻസി ഇല്ല, പക്ഷേ അദ്ദേഹമാണ് ആ ലോകകപ്പ് നമുക്ക് കൊണ്ടു തന്നത് ആ ക്യാച്ചിലൂടെ. ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ തലയിലാണ് ക്യാപ്റ്റൻസി ക്യാപ്പ് ഉള്ളത്. USA-ക്കെതിരായ മത്സരം, കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിൽ വെച്ച് തന്നെ ഏറെക്കുറെ സൂര്യകുമാർ യാദവ് നമ്മുടെ പിന്നെ പ്ലാനുകൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ടീം കോമ്പിനേഷനെ കുറിച്ച് ചോദ്യത്തിന് ആദ്യം മറുപടി പറയുന്നത് ഡെഫിനറ്റ്ലി ഇഷാൻ കിഷൻ ആൻഡ് അഭിഷേക് ശർമ്മ എന്നാണ്. അപ്പോൾ ആ ഡെഫിനറ്റ്ലിയിലുണ്ട്. ഒരു സന്നാഹ മത്സരത്തിൻ്റെ പിന്നെ സാധ്യത 11-നെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ആ 11-നെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് ഡെഫിനറ്റ്ലി ഇഷാൻ കിഷൻ ആൻഡ് അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞതിൽ ലോകകപ്പിലുള്ള, അതായത് ഇതുവരെ നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ എപ്പോഴും ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മൾ മാറ്റിവെക്കുകയാണ്. സഞ്ജു സാംസന് വേണ്ടി നമ്മളത് മാറ്റിവെക്കുകയാണ്. 2 ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരായിരിക്കും ലോകകപ്പിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടി ഓപ്പണിംഗ് ചെയ്യുക. തിലക് വർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തുന്നു. ആ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് തിലക് വർമ്മക്ക് ശരിക്കും പിന്നെ ഒരുങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. പരിക്ക് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ്. അദ്ദേഹം തിരിച്ചു വരുന്നു, നന്നായി പെർഫോം ചെയ്യുന്നു. സൂര്യകുമാർ യാദവ് ഏറെക്കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് മാറ്റി വരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ടീമിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദൂബെ, അക്സർ പട്ടേൽ, അതുപോലെ തന്നെ റിങ്കു സിംഗ്, ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, ഇങ്ങനെ ആയിരിക്കണം
പിന്നെ അവസാന കോമ്പിനേഷൻ. നിമിഷം പിന്നെ ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റ അതെ, ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റുണ്ട്. അപ്പോൾ ഇവിടെയാണ് മുഹമ്മദ് സിറാജ് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന രീതിയിൽ ക്രിക്കറ്റ് സർക്കിളുകളിൽ ചർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹർഷിത് റാണയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം സമീപകാലത്ത് നന്നായി ചില കളികളിലൊക്കെ അടിവാങ്ങും നമ്മൾ കണ്ടു. പക്ഷേ അതേസമയം തന്നെ ഹർഷിത് റാണയെ ഒരു ബാറ്റിംഗ് ഓപ്ഷനായി കൂടി നമ്മൾ പിന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു ഈ സമീപകാലത്തൊക്കെ. അദ്ദേഹം ഒരു 50 ഒക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്തൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹർഷിത് റാണയെ പിന്നെ പരീക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ അവിടെ കിടപ്പുണ്ട്. എങ്കിൽ പോലും ഹർഷദീപ് സിംഗും പിന്നെ ജസ്പ്രീത് ബുംറയും തന്നെയായിരിക്കും ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെൻറ്റ് നയിക്കുക എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായിട്ടുള്ളതാണ്. ഇനി മുഹമ്മദ് സിറാജ് ടീമിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകുമോ ഇല്ലയോ, 11-ൽ ഇടം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചർച്ച തന്നെയാണ്. പിന്നെ ജസ്പ്രീത് ബുംറയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞ ലോകകപ്പിൽ നമ്മുടെ ഹീറോ ആയിരുന്നു. ഇന്ത്യ തോൽക്കാൻ വേണ്ടി നിൽക്കുന്ന ചില പല മത്സരങ്ങളിലും അദ്ദേഹമാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറ ഏറ്റവും അവസാനം കളിച്ച ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എക്കോണമി വല്ലാതെ അങ്ങനെ കയറിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പൊതുവേ ബോളിങ്ങിനെ സംബന്ധിച്ച് ചില ആശങ്കകൾ നമുക്കുണ്ട്. എങ്കിൽ പോലും പിന്നെ ഹർഷ്ദീപ് സിംഗ് അവസാന മത്സരത്തിൽ 5 വിക്കറ്റ് എടുക്കുന്നു. ജസ്പ്രീത് ബുംറ തിരിച്ചു വരും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ ഈ ബോളിംഗ് കോമ്പിനേഷൻ പിന്നെ ഇന്ത്യൻ കണ്ടീഷൻ കൂടി ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ പൊതുവേ ഇന്ത്യൻ പിച്ചുകളെ കുറിച്ച് ഇപ്പോൾ നാളെ വാങ്കഡയിൽ ആണ് മത്സരം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് പിച്ചാണ്, നന്നായി ബാറ്റിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചാണ്. USA നമുക്കങ്ങനെ എഴുതിത്തള്ളാൻ കഴിക്കുന്ന ടീമൊന്നുമല്ല. പിന്നെ കഴിഞ്ഞ ഈ ബാറ്റർമാരുടെ ചവപ്പറമ്പ ഈ പിച്ചുകളിൽ സൂപ്പർ 8 പാകിസ്ഥാൻ, ഈ ഗ്രൂപ്പിലുള്ള പാകിസ്ഥാനെ തകർത്ത് പിന്നെ സൂപ്പർ 8 പ്രവേശിച്ച ടീമാണത്. ഇന്ത്യക്കാരെ കൊണ്ട് കുത്തി നിറച്ചൊരു ടീമാണത്. പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തൊരു മനുഷ്യൻ്റെയൊക്കെ പേര് സൗരവ് നേത്രാവൽക്കർ എന്ന് പറഞ്ഞൊരു, അതെ, അദ്ദേഹമൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നൊരു ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ USA നമുക്കിങ്ങനെ എടുത്തള്ളാൻ കഴിയില്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും. ഈ പരമ്പരയെ പിന്നെ നമുക്ക് മുന്നിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ടെസ്റ്റാണിത് എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ ക്രിക്കറ്റിലെ നമ്മുടെ അപ്രമാദിത്വം മൊത്തത്തിൽ പൊളിഞ്ഞടക്കുന്ന സമയത്ത്, വൈറ്റ് ബോൾ ക്രിക്കറ്റിലും അത് ചോദ്യചിഹ്നമായൊരു സമയത്ത്, 2 ഏകദിന പരമ്പരകൾ നമ്മൾ തോറ്റി നിൽക്കുന്നൊരു സമയത്ത് T20 ക്രിക്കറ്റിൽ മാത്രമാണ് നമ്മുടെ ഡൊമിനൻസ് കിടക്കുന്നത്. ഈ ലോകകപ്പ് കൂടി നമ്മൾ പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഗൗതം ഗംഭീറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഈ ലോകകപ്പോടുകൂടി ആവും എന്നുള്ളതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒരു അപ്രമാദിത്വം ഭീകരമായിട്ടുണ്ട്. അപ്പോൾ അതായത് ന്യൂസിലാൻഡിനെതിരെ പരമ്പര 4-1 ജയിക്കുന്നു. അതിനു മുമ്പ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പര ജയിക്കുന്നു, ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പര ജയിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ സൂര്യകുമാർ ക്യാപ്റ്റനായതിനു ശേഷം പരമ്പരകൾ ഇഷ്ടം പോലെ നേടിയിട്ടാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ലോകകപ്പിനേക്ക് അടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഉള്ള സമയത്ത് പോലും ഈ ലോകകപ്പ് എന്ന് പറയുമ്പോൾ വേറെ തന്നെ ഒരു ഗെയിമാണ്. അതായത് മറ്റ് ടീമുകൾ, ഇപ്പം നമ്മൾ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വേറൊരു ന്യൂസിലാൻഡ് ടീം, അതിനേക്കാൾ വർദ്ധിത വീര്യത്തോടെ കളിക്കുന്ന ഒരു ന്യൂസിലാൻഡ് ടീമായിരിക്കും ഈ ലോകകപ്പിന് ഉണ്ടാവുക. നമ്മൾ ഈ തോൽപ്പിച്ച ടീമായിരിക്കില്ല. അവർ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ ആക്രമണത്വരയോടെ കളിക്കാനുള്ള സാധ്യതയുണ്ട്. സൗത്ത് ആഫ്രിക്കയും വേറെ തന്നെ ഒരു ടീമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അവരുടെ പെർഫോമൻസ് നോക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഈ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യക്കൊരു പോസിറ്റീവായിട്ടാണോ ഉള്ള, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിന് വരെ സാധ്യതയുണ്ടോ ജസീം അവിടെ? എന്തായാലും ഒന്ന് ഇന്ത്യയിലാണല്ലോ കളി നടക്കുന്നത്, ഇന്ത്യയിലും ശ്രീലങ്കയിലായിട്ട്. അപ്പോൾ ശ്രീലങ്കയിൽ കാര്യമായിട്ട് കളിയൊന്നുമില്ല. പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് മാത്രമാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര അത് മികച്ച രീതിയിൽ കളിക്കാനായി എന്നുള്ളതും, ഇഷാൻ കിഷനെ പോലെയുള്ള താരങ്ങൾ അത് ഗംഭീരാക്കി ഒരു ലോകകപ്പിലേക്ക് ഒരുങ്ങി എന്നുള്ളതും, അതുപോലെ അഭിഷേക് ശർമ്മ, ഇവരൊക്കെ ശരിക്കും ബാറ്റർമാർ ഒരു നല്ല മുന്നേറ്റം നടത്തി എന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കളിയായിരിക്കും അല്ല ഈ 2020 ലോകകപ്പ് എന്നുള്ളത്. നമ്മൾ എടുക്കാൻ 100% ഒരു 99% നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒരു ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഒന്ന്, നമ്മുടെ സ്റ്റേഡിയങ്ങളിലാണ് കളി, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഇന്ത്യയുടെ ഒരു മാറ്റമുണ്ട്. ആ ഒരു മാറ്റം കൂടി ഒക്കെ ആകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗുണം, വലിയൊരു ഘടകം ഇന്ത്യക്ക് വിജയിക്കാൻ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ വലിയൊരു എതിരാളികളൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല. നാളെ US ആണെങ്കിലും നമ്മൾ എഴുതിത്തള്ളുകയല്ല എങ്കിലും ഇന്ത്യ വേഴ്സസ് ഒരു ഇന്ത്യ കൂടിയാണ് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 11-ൽ ഒരു 8-9 പേരെങ്കിലും ഇന്ത്യൻ വംശജരായിരിക്കും അതിൽ കളിക്കുന്നത്. ബാക്കി 2-3 പേര് സൗത്ത് ആഫ്രിക്കൻ വംശജരായിട്ടുള്ളവരും അങ്ങനെയുള്ളവരും. പക്ഷേ അവിടെയും നന്നായി കളിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈസി ആയിട്ട് ആ മത്സരം കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നാളെ നമുക്ക് കണ്ടറിയാൻ വരും. അപ്പോൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ പിന്നെ അടുത്ത മത്സരങ്ങളൊക്കെ വരികയാണെങ്കിലും പാകിസ്ഥാനെ കൊണ്ട് കളിക്കുകയാണെങ്കിൽ അതും വലിയൊരു ഭീഷണി. കഴിഞ്ഞ ഏതാനും മത്സരങ്ങളൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ റീസെൻറ്റ് മാച്ചസൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതൊന്നും ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നു തോന്നുന്നില്ല. അപ്പോൾ അവിടെയും ഒരു സമ്മർദ്ദത്തിന്റെ
ഇതില്ലേ സമ്മർദ്ദത്തിന് സാധ്യത സമ്മർദ്ദത്തിന് പ്രഷർ അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഈ ഭയങ്കര എല്ലാം സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ റോഷാക്ക് സിനിമയിലൊക്കെ മമ്മൂട്ടി പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എല്ലാം സെറ്റായി നിൽക്കുകയാണ് എന്നുള്ള സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം കടന്നു വരിക. അപ്പോൾ അത്രയും സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ടീം ഈ ലോകകപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ എന്തെങ്കിലും പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ആ പ്രഷറിനെ അതിജീവിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ? ഇല്ല, എന്താണെന്ന് വെച്ചാൽ ഈ 2023 ഏകദിന ലോകകപ്പ് നമുക്ക് വലിയൊരു ഉദാഹരണമായി മുമ്പിൽ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ വരെ ഈ ഓസ്ട്രേലിയ വരെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഫൈനലിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരാളികൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ പട്ടിക്കൽ കൊണ്ട് കലമുടക്കുന്നതാണ് കണ്ടത്. അതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ചെന്ന് കലമുടക്കുന്ന ഒരു സിറ്റുവേഷൻ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്ന സമയത്ത്, ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ, അതൊക്കെ നമ്മൾ അതായത് നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഘട്ടത്തിൽ തോൽക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. ഇവൻ ഹോം ഗ്രൗണ്ടിലായിരിക്കുന്ന സമയത്ത് ഇത്രയും ഒരു ഗാലറി മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഫൈനൽ പരാജയപ്പെടുക എന്ന് പറയുന്നത്, അപ്പോൾ അതേ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് എന്നുള്ളതാണ്. അല്ല, തോൽക്കുക എന്നല്ല, നമ്മൾ ഹോം ഗ്രൗണ്ടിലാണുള്ളത്, നല്ല ശക്തമായ ടീമാണ് നമ്മളുടേത്. നമുക്കിപ്പോൾ കഴിഞ്ഞ T20 ലോകകപ്പ് മുതൽ ഇതുവരെയുള്ള പിന്നെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 9 സീരീസിൽ നമ്മൾ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ സുപ്രധാനമായ ഏഷ്യ കപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പരമ്പര തോൽവി അറിയാതെ അടുത്തൊരു ലോകകപ്പിൽ നിന്ന് ഒരു ലോകകപ്പിൽ നിന്ന് മറ്റൊരു ലോകകപ്പിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയുടെ അറ്റത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പിന്നെ ഈ മോളിൽ നിന്ന് താഴേക്ക് വീഴുക എന്ന് പറയാമല്ലോ, അങ്ങനെ എന്തെങ്കിലും സാധ്യത നമ്മൾ അതിജീവിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ് കാരണം ഇന്ത്യ എന്നാലും ഈ ഒരു കാരണം മുമ്പ് ഉണ്ടായിരുന്നുള്ള ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും അവരുടെ ഒരു ഒരുക്കം എന്ന് പറയുന്നത്. മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതെ, നമ്മൾ നേരത്തെ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്നത് പലപ്പോഴും നമ്മളെ പിന്നോട്ടടിക്കുന്നുള്ളത് ശരിക്കും ഇന്ത്യ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ ന്യൂസിലാൻഡിനെതിരെ മാച്ച് കാണുമ്പോൾ പലപ്പോഴും ഇന്ത്യ അത് ബെറ്റർ ചെയ്ത് വരുമായിരുന്നു. അവസാന നിമിഷം വരെ, അവസാനത്തെ മത്സരം വരെ നമ്മൾ അത് ഒരു വലിയൊരു ഘടകമാണ്. നമ്മൾ ബെറ്റർ ചെയ്ത് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സഞ്ജു മാത്രമായിരുന്നു നമുക്ക് നിരാശപ്പെടുത്തിയിരുന്നത് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ താരങ്ങളും, ഇപ്പോൾ ഇഷാൻ കിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ കളി മാത്രമേ ഒരു ഫോം ഔട്ടായി അല്ലെങ്കിൽ ഒരു നിരാശപ്പെടുത്തിയുള്ളൂ. പിന്നീടുള്ള എല്ലാ മത്സരങ്ങളും, അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തെ കാണികളെയൊക്കെ കയ്യിലെടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്നതിനപ്പുറം ഇന്ത്യ കൃത്യമായിട്ട് ആ രീതിയിലേക്ക് ഒരു ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടണം എന്നുള്ള, ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ് അത് കിട്ടണം എന്നുള്ള ഒരു വാശിയും കൂടി ഇന്ത്യക്കുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് എന്തായാലും സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതെ കളിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്റർമാർ, ഇപ്പോൾ ഓപ്പണിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സഞ്ജുവിനെ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. എന്തായാലും അതൊക്കെ നമുക്ക് നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ തന്നെ അത് സൂര്യ കൃത്യമായിട്ട് എൻ്റെ ഒരു അർത്ഥം അത് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്, കളിക്ക് മുന്നോടിയായിട്ടുള്ള ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് അതും ഇഷാൻ കിഷനെ കുറിച്ചാണ്. അദ്ദേഹം മുഷ്താഖ് അലി ട്രോഫിയിൽ ഉൾപ്പെടെ അദ്ദേഹം നന്നായി കളിക്കുന്നു, അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ. അതിനുശേഷം ന്യൂസിലാൻഡിനെതിരെ ആ ഒരു കളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും അവിടെയും നല്ല മികവ് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിൽ അദ്ദേഹം ഓപ്പണിങ്ങിൽ അത് നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ അത് ഇന്ന് സൂര്യ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഓപ്പണിങ്ങിൽ ഇനി അഭിഷേകും ഇഷാൻ കിഷനും ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇനി ആർക്കും തർക്കം വേണ്ട എന്നുള്ളതാണ്. പിന്നീടുള്ളത് തിലക് വർമ്മ എന്തായാലും ഒരു വൺ ഡൗൺ ആയിട്ട് വരും. ഈ തിലക് വർമ്മ വരുമ്പോൾ ആദ്യത്തെ ടോപ്പ് 3 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരായി മാറുമെന്നുള്ളതാണ്. അവിടെ ഒരു അനലൈസ് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നെ താരങ്ങളൊക്കെ ചിലർ ഈ അനലൈസ് ചെയ്യുന്നവർ പറയുന്നുണ്ട്, അത് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ സഞ്ജുവിനൊരു നേരിയ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിലക് വർമ്മ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ സന്നാഹ മത്സരം നോക്കുകയാണെങ്കിൽ പോലും അതിലും ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഒക്കെ ആ ഒരു ഫോം കൃത്യമായിട്ട് അവർ കീപ്പ് ചെയ്ത് വരുന്നു. അതിനുശേഷം വരുന്ന തിലക് വർമ്മയാണെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്തായാലും ഉണ്ടാവും എന്നുള്ള തെളിയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ പിച്ചുകളും എല്ലാം കൂടി നോക്കുമ്പോൾ കൂട്ടി വായിക്കപ്പെടുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയായിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഈ ഒരു മത്സരം എന്നുള്ളത്. പിന്നെ ബൗളിങ്ങിലേക്ക് പോകുമ്പോഴായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആദ്യ കളികളൊക്കെ ഒരു സന്നാഹം രീതിയിൽ തന്നെ നമുക്ക് കളിക്കാവുന്നതാണ്. അത്യാവശ്യം ഒന്ന് കരുതി കളിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കൃത്യമായിട്ട് ഇന്ത്യയുടെ പരിധിയിലാക്കാൻ പറ്റാവുന്ന മത്സരങ്ങളായിരിക്കും ആദ്യത്തെ USA ആണെങ്കിലും പിന്നീട് വരാൻ പോകുന്ന മറ്റ് മത്സരങ്ങൾ ഏതാണെങ്കിലും നെതർലാൻഡ്സ് ആണെങ്കിലും ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് വലിയൊരു ആശങ്കപ്പെടേണ്ട കാര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സമ്മർദ്ദപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്.
ആദ്യ കളികളിൽ സമ്മർദ്ദപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും കളി പോകെ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പിന്നുള്ളത് ഏറ്റവും രസകരമായ കാര്യം എന്നുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും നാളെ കളിക്കുന്നു എന്നുള്ളതാണ്. 2 ടീമുകൾക്കെതിരെയാണെങ്കിലും ഇപ്പോൾ പാകിസ്ഥാൻ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം അത് പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. കാരണം അവർ പിന്നെ ഈ നമ്മുടെ മുസ്താഫിസുർ റഹ്മാനെ KKR ടീമിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്നുള്ള ആ ഒരു സംഘർഷം വലിയൊരു രീതിയിൽ ICC ഈ ക്രിക്കറ്റിൻ്റെ ഈ ടൂർണമെൻറ്റിൻ്റെ തന്നെ മാറ്റ് കുറക്കുന്ന രീതിയിലേക്ക് എത്തിച്ച ഒരുപാട് നടപടികളുണ്ടായിരുന്നു. ബംഗ്ലാദേശ് പിന്നെ കളിക്കുന്നില്ല എന്ന് പറയുന്നു. ഇന്ത്യയിൽ പിന്നെ കളിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ശ്രീലങ്കയിലേക്ക് വേദി മാറ്റണമെന്ന് പറയുന്നു. അവസാനം ICC അത് അംഗീകരിക്കുന്നില്ല. നാളെ സ്കോട്ട്ലൻഡും കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. 2ാമത്തെ മത്സരം സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡ് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. ശരിക്കും വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ബംഗ്ലാദേശ് വേണ്ടതായിരുന്നു. പക്ഷേ സ്കോട്ട്ലൻഡ് അവസാന നിമിഷം ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്ന ടീമാണ് സ്കോട്ട്ലൻഡ്. USA ടീമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ടൂർണമെൻറ്റ് 2024 ടൂർണമെൻറ്റിൽ അവർ പാകിസ്ഥാനെ തകർത്ത ഒരു ടീമാണ്. അതായത് മുഹമ്മദ് ആമിറും ബാബർ അസമും റിസ്വാനും ഫക്കർ സമാനൊക്കെ അടങ്ങിയ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയൊരു ടീമിനെ തോൽപ്പിച്ച് ഇത്രയും വലിയൊരു അട്ടിമറി T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ 10 അട്ടിമറികളിൽ ഒന്ന് തന്നെയാണ് ഈ പിന്നെ USA എന്ന ഒരു കുഞ്ഞൻ രാജ്യം പാകിസ്ഥാൻ എന്ന ടീമിനെ തോൽപ്പിച്ചത്. അതിനുശേഷം അവർ കാനഡയെയും തോൽപ്പിച്ചു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അവർ ആ ടൂർണമെൻറ്റ് 2024 ടൂർണമെൻറ്റിൽ അവരുടെ ഹോം ഗ്രൗണ്ട് കൂടിയായിരുന്നു. USA തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു അഡ്വാൻറ്റേജ് കിട്ടിയ ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു താരം ആരോൺ ജോൺസ് അവരുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ T20 ലോകകപ്പിൽ. ഈ പ്രാവശ്യം അദ്ദേഹത്തെ ആൻറ്റി കറപ്ഷൻ ഭാഗമായിട്ട് അദ്ദേഹത്തെ വിലക്കിയിരിക്കുകയാണ്. അതായത് USA ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററാണ് ആരോൺ ജോൺസ്. അദ്ദേഹം ഇല്ലാതെയാണ് USA ഇറങ്ങുന്നത്. പിന്നെ ഇന്ത്യക്കാരെ കുത്തി നിറച്ചുള്ള ടീമാണ്. ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു പല രാജ്യക്കാരെയും കുത്തി നിറച്ചുള്ള ടീമാണ്. സൗരവ് നേത്രവാൽക്കർ മുമ്പ് ഇവിടെ അണ്ടർ-19 ലോകകപ്പ് കളിച്ച താരമാണ്. കഴിഞ്ഞ T20 ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്ത താരമാണ്, വിരാട് കോഹ്ലിയുടെയും. അപ്പം അത്രയും മികച്ച രീതിയിൽ, അതായത് ഇന്ത്യൻ കണ്ടീഷൻസ് അറിയാവുന്ന ബോളേഴ്സാണ് എന്നുള്ളത് ഇതാണെങ്കിൽ കൂടിയും ഇന്ത്യക്ക് ഒരിക്കലും ഒരു വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ഒരു ടീമല്ല USA. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ബാറ്റർമാരൊക്കെയും ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ സീസൺ നേരത്തെ ആരിസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഈ T20 ലോകകപ്പ് എന്ന് പറയുമ്പോൾ ബോളർമാർ ഡൊമിനേറ്റ് ചെയ്ത ഒരു ലോകകപ്പിൽ നിന്ന് മാറി. അതായത് വെസ്റ്റ് ഇൻഡീസിൽ നടന്ന മത്സരങ്ങളിൽ മാത്രമാണ് റൺസ് ഒഴുകിയത്. USAയിൽ നടന്ന മത്സരങ്ങളിൽ വളരെ ലോ ആയിരുന്നു സ്കോറുകൾ. അപ്പം അതിൽ നിന്ന് മാറി ഇന്ത്യയുടെ കണ്ടീഷനിൽ വരുമ്പം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 200 എന്നുള്ളത് ഏറ്റവും 200 പോലും ഈസിലി ചേസബിൾ ആയിട്ടുള്ള ഒരു സ്കോറാണ്. ഒരു 250 എങ്കിലും 230 to 250 എങ്കിലും എത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബാറ്റർമാർ ആ ഒരു രീതിയിൽ തന്നെ ബാറ്റും കൊണ്ട് സംസാരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സഞ്ജു, നമ്മളെപ്പോഴും പറയുന്നത് പോലെ സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ PR ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. പലപ്പോഴും കമൻറ്റുകൾ കാണാറുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ കേസിൽ ഇപ്പം ഇഷാൻ ഫോം ഔട്ട് ആയാൽ ഇതൊരു സെലക്ടർമാരെ സംബന്ധിച്ചിടത്തോളം സഞ്ജു എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉള്ളത് ഇപ്പോഴും ഗുണം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി ഇഷാൻ അല്ലെങ്കിൽ ഫോം ഔട്ട് ആകുകയാണെങ്കിൽ അവിടെ സഞ്ജു ഉണ്ട് എന്നുള്ളത് സെലക്ടർമാർക്കും അവർക്ക് കൃത്യമായിട്ടൊരു ടീമിനെ സെലക്ട് ചെയ്യാൻ കഴിയുന്നു. സഞ്ജുവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളത് സെലക്ടർമാർക്കൊരു തലവേദന ഒഴിവാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജുവിന് അവസരങ്ങൾ ലഭിച്ചു, ആ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പുറത്തിരിക്കുന്നു. അത് ഒരു സ്വാഭാവിക നീതിയാണ്. എങ്കിൽ കൂടിയും ലോകകപ്പ് പോലുള്ള മത്സരമാണ്. 20 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് ആദ്യ റൗണ്ടിൽ തന്നെ ദുർബല ടീമുകൾക്കൊപ്പം വലിയ ശക്തമായ ടീമുകളുണ്ട്. ആദ്യ മത്സരങ്ങളിൽ ഇഷാൻ ഫോം ഔട്ട് ആണെങ്കിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 3 ലെഫ്റ്റേഴ്സ് എന്നതിനപ്പുറം ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ എന്ന ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ പോലും സഞ്ജുവിന് അവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഈ ലോകകപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് നേടാൻ കഴിയുന്ന ഒരു ലോകകപ്പാണ് അല്ലേ? തീർച്ചയായും ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഇപ്പം മൊത്തത്തിൽ നടക്കുന്ന ഒരു ചർച്ച ഈ ലോകകപ്പ് മത്സരങ്ങളിൽ എപ്പോഴെങ്കിലും ഇന്ത്യൻ ഏതെങ്കിലും ഒരു ടീം 300 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിൽ തൊടുമോ എന്താണ്. ഇപ്പോൾ മൊത്തത്തിൽ ഹൈ സ്കോറിംഗ് ആയി T20 മത്സരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഇന്ത്യയുടെ ഏറ്റവും ഹൈ സ്കോർ ബംഗ്ലാദേശിനെതിരെ 297 റൺസാണ്. അതായത് 3 റൺസ് അകലെയാണ് നമ്മൾ വീണ് പോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമീബിയക്കെതിരെയും USA നെതർലൻഡ്സിനെതിരെയൊക്കെയാണ് ഇന്ത്യൻ കണ്ടീഷനാണ്. ബാറ്റിങ്ങിനെ തുണക്കുന്ന കണ്ടീഷനിലൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് 300 റൺസ് കടക്കുമോയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇഷാൻ കിഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. സന്നാഹ മത്സരത്തിൽ അത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇഷാൻ കിഷൻ നൽകിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് 150 കിലോമീറ്ററിന് മുകളിൽ സ്ഥിരമായി ബോൾ ചെയ്യുന്ന 140 മുകളിൽ സ്ഥിരമായി ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻഡ്രിച്ച് നോർക്കിയെ
ഒരു ഓവറിൽ 3 സിക്സും 1 4ഉമാണ് ഇഷാൻ കിഷൻ കഴിഞ്ഞ കളി. അതായത് പേസിനെ മനോഹരമായി യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ ഈ T20 ക്രിക്കറ്റിൽ പൊതുവെ നമ്മളിങ്ങനെ പറയാറുള്ളത് ബാറ്റർമാർക്ക് കൂടി സ്പീഡ് വേണം, പിന്നെ അവരുടെ ബാറ്റിംഗ് ചലിപ്പിക്കുന്നതിൽ സ്പീഡ് വേണം, റിസ് വർക്ക് മനോഹരമായി വർക്ക് ചെയ്യണം. അപ്പോൾ ആൻഡ്രിച്ച് നോർക്കിയെ കുറിച്ചൊക്കെ പറയുന്നത് അദ്ദേഹം പിന്നെ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ തന്നെ ഇന്ത്യക്കെതിരെ തുടർച്ചയായി 140 മുകളിൽ ബോൾ ചെയ്തുകൊണ്ടിരുന്ന ആൻഡ്രിച്ച് നോർക്കിയെ അഭിഷേക് ശർമ്മ എടുത്തിട്ട് അലക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തനിയാവർത്തനമാണ് നമ്മൾ കണ്ടത്. ഇഷാൻ കിഷൻ പിന്നെ റിട്ടയർഡ് ഔട്ടായി പോകുന്നതിന് മുമ്പ് ഏറ്റവും അധികം അടിച്ചിട്ടുള്ളത് ആൻഡ്രിച്ച് നോർക്കിയാണെന്നാണ്. അതായത് പിന്നെ നല്ല പേസ് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ നന്നായിട്ട് അടിക്കുന്ന ബാറ്റർമാർ, ഏത് പേസർമാരെയും ഇപ്പോൾ സമീപകാലത്ത് തന്നെ നമ്മൾ കളിച്ച T20 പരമ്പരകളൊക്കെ ലോക ക്രിക്കറ്റിൽ ഈ സേനാരാജ്യങ്ങൾക്കെതിരെയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ അടുത്ത് പരമ്പര കളിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ അടുത്ത് പരമ്പര കളിച്ചിട്ടുണ്ട്, ന്യൂസിലാൻഡിനെതിരെ നമ്മൾ അടുത്ത് പരമ്പര കളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡൊമിനൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ. പിന്നെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വരുന്ന സമയത്ത് പിന്നെ ഹെയ്സൽവുഡ് പരിക്ക് പറ്റി പുറത്താവുന്നു എന്ന് ഇന്നറിയുന്നു. പാറ്റ് കമ്മിൻസ് ഇല്ലാത്തൊരു നിരയാണ്. നമുക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നൊരു ടീമാണ് ഓസ്ട്രേലിയ. അവരുടെ പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വീക്കായി പോകുന്നൊരു ഘട്ടം. അങ്ങനെ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ നമുക്ക് അനുകൂലമായ ഒരു ഘട്ടത്തിലും നമ്മൾ ടൂർണമെൻറ്റ് കൈവിടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ചോദ്യം വരും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ഈ കപ്പടിക്കും എന്നുള്ളതാണ്, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജസീം എന്തെങ്കിലും പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? അല്ല, പ്രവചനം ആരായിരിക്കും ടോപ്പ് സ്കോറർ ഈ ലോകകപ്പിൽ? ലോകകപ്പിൽ ടോപ്പ് സ്കോർ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു പ്രതീക്ഷ ഇന്ത്യക്കാരനാവണം എന്നുള്ളതാണ്. അഭിഷേക് ശർമ്മയും അതുപോലെ ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ആ ഒരു 3 പേരിൽ ഒരാളാവട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷാൻ കിഷനെ നമ്മളൊരു ഫോം ഔട്ട് ആകുക എന്നുള്ളതൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. കാരണം ഇഷാൻ കിഷൻ്റെ സമീപകാലത്തെ പ്രകടനം അദ്ദേഹം അത് കൃത്യമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് പ്രതീക്ഷ പോകണ്ട. ഒരു പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കളിച്ചു വരും. അതെ, നല്ല രീതിയിൽ കളിക്കട്ടെ, കപ്പ് കിട്ടട്ടെ, കപ്പാണല്ലോ മുഖ്യം. ഭാഗ്യവശാൽ എന്തെങ്കിലും സംഭവിച്ചാലേ ഉള്ളൂ, അത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള മാത്രമേ. കാരണം ഇഷാൻ കിഷൻ്റെ ഒരു ഫോം അപാരം തന്നെയാണ്. കാരണം അതൊന്നും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അത് ഈ ഭയങ്കര പ്രതിഭാധാരാളിത്തമുള്ളൊരു രാജ്യമാണ് നമ്മുടെ. ഇപ്പൊ നമ്മൾ ഈ ടാക്ടിക്സ് ഇരിക്കുന്ന തൊട്ട് മുമ്പ് വൈഭവ് സൂര്യവംശി പിന്നെ ഇംഗ്ലണ്ട് ബോളർമാരെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മത്സരം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവുമ്പോൾ ഒരു പരമ്പര പിന്നെ ഫോം ഔട്ട് ആയ അയാൾക്ക് പുറത്തിരിക്കേണ്ടി വരും. കാരണം പ്രതിഭകൾ ഒരുപാട് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതായത് കപ്പ് നേടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെയുണ്ട്. കപ്പ് തീർച്ചയായിട്ടും നേടാവുന്ന ഒരു ടീമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഒരു പ്രവചനം നടത്താൻ തോന്നുന്നു, സെമി ഫൈനലിൽ വരാൻ സാധ്യതയുള്ള ടീമുകൾ ആരൊക്കെയാണ് ഹാരിസ്? ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ് എന്നാണ് ഞാൻ കാണുന്നത്. ഇന്ത്യ എന്തായാലും ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ടാവും, സൗത്ത് ആഫ്രിക്ക. നമ്മുടെ ഈ പിന്നെ ജയേഷ് അവിടെ മുംബൈയിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മത്സരം, ഇന്ത്യ വേഴ്സസ് USA മത്സരം നാളെ നടക്കാനിരിക്കുകയാണ്. ഞങ്ങളുടെ ടാക്ടിക്സിലെ അഭിപ്രായങ്ങളൊക്കെ ഇതാണ്. ഇന്ത്യക്ക് ഒരു ഈസി വിൻ തന്നെ ആയിരിക്കാനാണ് എല്ലാവിധ സാധ്യതയും. ഈസി വിൻ മാത്രമല്ല, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. ഈ ലോകകപ്പ് ഈ നമ്മുടെ പ്രതീക്ഷകൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.